അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള മിക്സിയിൽ ചെറിയ ജാർ ഇതായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് മാക്രോണിയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് മാക്രോണിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒന്ന് പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. വലിയ തരികളോട് കൂടിയാണ് പൊടിച്ചെടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത്. പൾസ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ തരികളായിട്ട് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടില്ല. അപ്പം ഇതുപോലെ വലിയ തരികളായിട്ട് ജസ്റ്റ് പൾസ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുക്കുക. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാത്രം ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ഓട്ടുരുളിയാണ് എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക, കടായിയോ പാത്രമോ എടുക്കുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളം എല്ലാ ഭാഗത്തുമായിട്ട് ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുക. ലോ ടു മീഡിയം ഫ്ലെയിം വയ്ക്കുക. ഓട്ടുരുളി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കാരമലൈസ് ആയി കിട്ടും. ഒന്നും ചെയ്ത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇത് ഒന്ന് പഞ്ചസാര കാരമലൈസ് ആയി ഒരു ഗോൾഡൻ നിറാവണം. ഒരുപാടങ്ങ് ഗോൾഡൻ ബ്രൗൺ നിറാവരുത്. ഒരു ഗോൾഡൻ നിറായാൽ മതി. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. പഞ്ചസാര എല്ലാം ഇതുപോലെ ചെറുതായിട്ട് കാരമലൈസ് ആയി വരുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ പഞ്ചസാരയും ഒന്ന് കാരമലൈസ് ആയി വരണം. ഈ ഒരു സമയം ഫ്ലെയിം കുറച്ച് വേണം വെക്കാനായിട്ട്. നമ്മൾ നേരത്തെ ലോ ടു മീഡിയം ഫ്ലെയിമിലല്ലേ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ബ്രൗൺ കളറായി പിന്നെ ഒരു വല്ലാത്തൊരു കയ്പ്പ് രസമായി പോവും. നമുക്ക് ഇതുപോലെ ലൈറ്റ് ഗോൾഡൻ കളർ മതിയേ. ഈ ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് ഈ ഒരു സമയം ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരണം. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. ബട്ടർ നല്ലോണം മെൽറ്റായിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു സമയം നമ്മൾ ഒരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കണ്ടൻസ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ലാസ്റ്റിൽ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ലൊരു പാലട പ്രഥമൻ്റെ ആ ഒരു രുചി കിട്ടുന്നത്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് ഈ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓട്ടുരുളി ആയതുകൊണ്ട് നല്ല ചൂടാണ്. അപ്പോൾ ആ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. തിളപ്പിച്ച് ചെറിയ ചൂടേ ഉള്ളൂ. ഇതുപോലെ നിറം വരുമ്പോൾ കണ്ടില്ലേ, പാലട പ്രഥമൻ്റെ ആ ഒരു കളർ വന്നില്ലേ. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു നിറവും വരും, നല്ല ഒരു ടേസ്റ്റും ആയിരിക്കും. ആദ്യം നമ്മൾ 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ബാക്കി പാലും കൂടി ചേർത്ത് കൊടുക്കുക. 1/2 ലിറ്റർ നല്ല കട്ടിയുള്ള പാലാണ് ചേർക്കേണ്ടത്. ഇനി നമുക്ക് ഇപ്പം എല്ലാം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നുമില്ല. ഇനി ഇതിലേക്ക് ബാക്കി 1 ലിറ്റർ പാലും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യമേ പാല് തിളപ്പിച്ച് വെക്കുക. തണുത്ത പാല് നേരിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. ചെറിയൊരു ചൂട് വേണം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ സാധാരണ നമ്മൾ പാലട പായസമൊക്കെ തയ്യാറാക്കാൻ ഒരുപാട് സമയം എടുത്താണ് നമ്മൾ ചെയ്യുന്നത്. ഈ പാലട പായസം വെറും നിമിഷ നേരം കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം പൊടിച്ചു വെച്ച മാക്രോണി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം, ഇങ്ങനെ ഇട്ട് കൊടുക്കുകയും വേണം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ നേരിട്ട് നമ്മൾ
പാലിൽ ഈ മാക്രോണി വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര രുചി ഉണ്ടാവില്ല. ആ പാലട പായസത്തിന്റെ യഥാർത്ഥ രുചി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കണ്ടൻസ് മിൽക്ക് കാരമലൈസ് ചെയ്തെടുക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതാ ഒരു 5 മിനിറ്റ് ആയി. മാക്രോണി നല്ലതുപോലെ വെന്ത് വരണം. ഈ ഒരു സമയം നിങ്ങൾ ആവശ്യത്തിന് മധുരം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്കോ പഞ്ചസാര ഉള്ളതെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുക. പാലൊഴിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കാം. നല്ലതുപോലെ വെന്ത് വരുന്ന സമയത്ത് പാലങ്ങ് കുറുകി നല്ല പാലട പായസം പോലെ നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ട് കിട്ടും. നല്ലൊരു മണമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്താൽ മതി. കൂടി പോരുത്, ഒരു നുള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കയുടെ തൊണ്ട് മാറ്റിയിട്ട് തരി മാത്രം ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കാപ്പൊടിയാണ്. പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് വെന്ത് വരും. കുറച്ചും കൂടെ ഒന്ന് വെന്ത് വരാനുണ്ട്. നല്ല മുത്തുമണി പോലെ കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. മാക്രോണി വെച്ചിട്ടാണ് ഈ പായസം തയ്യാറാക്കിയെന്ന് പറയുകയില്ല. സാധാരണ നമ്മൾ കുടിച്ച് നോക്കുന്ന സമയത്ത് ഈ പാലട പായസം കുടിച്ച അതേ ടേസ്റ്റ് തന്നെയാണ്. ഇതൊന്ന് വെന്ത് വരട്ടെ. ഇതുപോലെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കുകയും വേണം. ചിലപ്പോൾ അടിക്ക് പിടിക്കും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയപ്പോൾ നല്ലോണം വെന്തൊന്ന് വന്നിട്ടുണ്ട്. വെന്തങ്ങ് കുഴഞ്ഞു പോകരുത്, നല്ലോണം വെന്തിട്ടുണ്ട്. കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. ഈ ഒരു പരുവാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി കുറച്ച് പണികളും കൂടി ബാക്കിയുണ്ട്. ഇനി ലാസ്റ്റിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് മൂപ്പിച്ചതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കശുവണ്ടി പരിപ്പ് മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മാക്രോണി വെച്ചിട്ടുള്ള പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത അടിപൊളി ടേസ്റ്റാണ്. ഇത് ആർക്കെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്രോണി വെച്ചിട്ടാണ് ഈ പായസം തയ്യാറാക്കിയതെന്ന് പറയുകയില്ല, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് ചൂടൊന്ന് ആറുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും. ഈ ഒരു പരുവാകുമ്പോഴാണ് നമുക്ക് ഓഫ് ആക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്